ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രേസസ് ആണ് ഇംഗ്ലീഷിലെ. അതായത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന മേഖലയിലെ കുറച്ച് വാക്ക്. ഒന്ന് ബറി ദ ഹാച്ചറ്റ് എന്നാണ്. ഇതാണ് വാക്ക് ബറി ദ ഹാച്ചറ്റ്. BURI ബറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഴിച്ചിടുകയാണ്. ബോഡി ബറി ചെയ്യുക എന്നാണ്. ബറിയൽ ഗ്രൗണ്ട് ഉണ്ട്, ശവം മറവ് ചെയ്യുന്ന സ്ഥലത്ത് അവ ബറിയൽ ഗ്രൗണ്ട്. ബറിയൽ ഗ്രൗണ്ട് എന്ന് പറയും, ബറിയൽ പ്ലേസ്. ബറി ചെയ്യുക, ബറീഡ്. BURY ബറിയാണ്. വേർബ് ആകുമ്പോൾ ബറീഡ്, പാസ്റ്റ് ടെൻസ്. ബറീഡ്. അനാർക്കലി വാസ് ബറീഡ് അലൈവ്. ജീവനോടെ കുഴിച്ചു മൂടുക, ബറി. കണ്ടോ? ഇൻ ഫോമർ ഡേയ്സ് ദർ വാസ് എ പണിഷ്മെൻറ്റ്. പഴയ കാലങ്ങളിൽ ഇൻ ഓൾഡൻ ഡേയ്സ് ദർ വാസ് എ പണിഷ്മെൻറ്റ്. അതായത് ദേ വർ ബറീഡ് അലൈവ്, ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടെ ബറി ദ ഹാച്ചറ്റാണ്. ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ കോടാലിയാണ്. വെട്ടാനും കൊല്ലാനും ഉപയോഗിക്കുന്ന ആയുധമാണ് ഹാച്ചറ്റ്. ബറി ദ ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ കോടാലികൾ, അല്ലെങ്കിൽ നമ്മൾ വെട്ടാനും കൊല്ലാനും ഉപയോഗിക്കുന്ന മഴു, അതുപോലുള്ള ആയുധങ്ങൾ കുഴിച്ചു മൂടുക. അപ്പോൾ ആയുധങ്ങൾ കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞാൽ ടു എൻഡ് അപ്പ് എ കോറലാണ്. എന്താ അർത്ഥം? ടു എൻഡ് അപ്പ് എ കോറൽ. ടു എൻഡ് അപ്പ് എ കോറൽ, കലഹം നമ്മൾ അവസാനിപ്പിക്കലാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ അറിയാലോ. പിന്നെ നമ്മൾ പഠിച്ചു എൻ ആപ്പിൾ ഓഫ് ഡിസ്കാർഡ്. എൻ ആപ്പിൾ ഓഫ് ഡിസ്കാർഡ്. വേറെ വാക്ക് നമ്മൾ പഠിച്ചു, എന്താണ്? അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ. അറ്റ് ലോഗർ ഹെഡ്സ്. അറ്റ് ലോഗർ ഹെഡ്സ്. കണ്ടോ? നോ ലവ് ലോസ്റ്റ് ബിറ്റ്വീൻ ദം. നൗ ലോസ്റ്റ് ബിറ്റ്വീൻ ദം. ബിറ്റ്വീൻ ദം. ഈ വാക്കുകളൊക്കെ കലഹമാണ്. ഈ കലഹം ഉണ്ടാകുന്നു. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ഇതെന്താണ്? ടു എൻഡ് അപ്പ് ദ കോറൽ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബോൺ ഓഫ് കണ്ടൻഷൻ തർക്കത്തിന് കാരണമാണ്. ഇവിടെ എന്താണ്? ബറി ദ ഹാച്ചറ്റ്. ടു മേക്ക് പീസ് വിത്ത്. ടു എൻഡ് അപ്പ് എ കോറൽ. ടു ബിക്കം റീകൺസൈൽ. ടു ബിക്കം റീകൺസൈൽ. റീകൺസൈൽ എന്നാൽ രമ്യതയിലാകുക, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. ഈ വാക്ക് വരാനൊരു കഥയുണ്ട്. എല്ലാ വാക്കുകളുടെ പിന്നിൽ കഥകളുണ്ട്. ചില കഥകൾ ഞാൻ പറയും. ഒരുപാട്, മിക്കവാറും എല്ലാ വാക്കുകളുടെ പിന്നിൽ കഥകളുണ്ട്. ഈ കഥ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ്, അവിടുത്തെ ആദിമ നിവാസികളായിരുന്നു. എബോറിജിൻസ് എന്ന് പറയും. ABORIGINES ആണ് എബോറിജിൻസ് എന്ന് പറഞ്ഞാൽ. പ്രിമിറ്റീവ് പീപ്പിൾ ഓഫ് എ കൺട്രി, ആദിമ നിവാസികൾ. ഒരു പ്രദേശത്തിലെ ആദിവാസി വിഭാഗങ്ങൾ. ആദ്യം ഉണ്ടായ ആദിമ മനുഷ്യന്മാരാണ് എബോറിജിൻസ്. അവർ റെഡ് ഇന്ത്യൻസാണ്. അവർ ദേവർ ബാർബേറിയൻസ്. അവരാണെങ്കിൽ ഒരു അപരിഷ്കൃതരായ, അൺറിഫൈൻഡായ, അൺകൾച്ചേർഡായ ഒരു വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗങ്ങൾ തമ്മിൽ പലപ്പോഴും കലഹം ഉണ്ടാവും. കലഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കലഹമാണ്. ബ്ലീഡിങ് ആയിരിക്കും. ആളുകൾ പരസ്പരം വെട്ടിപ്പരിക്കേൽപ്പിച്ച് ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടാവും. കുറേ രക്തപ്പൊഴിയൊക്കെ ഒഴുകിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ സന്ധിയിലാവും. ഇനി യുദ്ധം വേണ്ടാന്ന് വെക്കും. അപ്പോൾ യുദ്ധം വേണ്ടാന്ന് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? യുദ്ധത്തിന് കാരണമായ ഈ കോടാലി, ഈ മഴുവൊക്കെ അവർ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് അതിലിട്ട് മൂടും. അതിനാണെന്ത് പറയുക? ടു ബറി ദ ഹാച്ചറ്റ്. അപ്പോൾ എന്താണ്? ടു എൻഡ് അപ്പ് എ കോറൽ. ടു മേക്ക് പീസ് വിത്ത്. ടു ബിക്കം റീകൺസൈൽഡ്. ഇതാണ് വാക്ക്. ഓർമ്മിക്കുക, ബറി ദ ഹാച്ചറ്റ് എന്നാൽ ടു മേക്ക് പീസ് വിത്ത് ആണ്. അപ്പോൾ ആ വാക്ക് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്ത വാക്ക് നോക്കാം. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഇവിടെ ആക്സുമായി ബന്ധപ്പെട്ട വാക്കാണ്. ആക്സ് എന്ന് പറഞ്ഞാൽ അറിയാം, മഴുവാണ്. ഹാച്ചറ്റ് എന്ന് പറഞ്ഞാലും മഴുവാണ്. ടു ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഈ വാക്കും നമ്മൾ സാധാരണ കാർഷിക രംഗത്ത് നിന്ന് വന്ന വാക്കുകളാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആദിമ, അതായത് നോർമൻ കോൺഗ്രസ് ശേഷം ഇംഗ്ലണ്ടിലുണ്ടായ കർഷകർ
ആ കാർഷിക മേഖലയിൽ നിന്ന് വന്ന വാക്കാണത്. ടു ഹാവ് എൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മഴു ഞാൻ കടഞ്ഞെടുക്കും, ഗ്രൈൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ സെൽഫിഷ് മോട്ടീവാണ്, അല്ലെ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. അതായത് മൈ ഫ്രണ്ട് ഈസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് മീ, മൈ നൈബർ ഈസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് മീ. എൻ്റെ നൈബർ ഞാനും നല്ല സൗഹൃദമല്ല. nowadays he is trying to contact with me. He visits my house very often. He has an axe to grind. ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് എന്നോട് പരസ്പരം എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്. കാരണം എന്താണ്? ഹി ഹാസ് an axe to grind means he has some private motive or private interest, അല്ലെ സെൽഫിഷ് മോട്ടീവ് ഉണ്ട്. അതാണ് ടു ഹാവ് an axe to grind. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ വാക്കിനർത്ഥം? an axe to grind, ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യല്ലേ, ഗ്രൈൻഡർ ഉണ്ട്. നിങ്ങൾ ഗ്രൈൻഡിങ് മെഷീൻ അറിയാം, ഗ്രൈൻഡ് ചെയ്യുക. ആ വാക്കിൻ്റെ പാസൻസാണ് ഗ്രൗണ്ട്. ഗ്രൗണ്ട്. മറ്റേ ഗ്രൗണ്ട് ഉണ്ട്, GROUND, ഗ്രൗണ്ട്. ഇത് നൗണാണ്, നമ്മുടെ ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ. ഇത് ഗ്രൗണ്ട്. ടു ഹാവ് an axe to grind എന്ന് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഹാസ് എ സെൽഫിഷ് മോട്ടീവ് ഓർ എ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഹീ ഈസ് കോണ്ടാക്ടിങ് മീ, ഈസ് ടോക്കിംഗ് മീ ഓൺ ദ ഫോൺ. യെസ്, an axe to grind നടത്താണ്. അയാൾക്ക് എന്തോ സ്വകാര്യ താല്പര്യമുണ്ട്, എന്തോ സ്വകാര്യമായ സെൽഫിഷായ സ്വാർത്ഥമായ ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ടു ഹാവ് an axe to grind. അപ്പോൾ ക്ലിയറായി വാക്ക് നിങ്ങൾക്ക്, axe to grind. അടുത്ത വാക്ക് നോക്ക്, എ ഡാർക്ക് ഹോഴ്സ്. എ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. HORSE, ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിരയാണ്. പെൺകുതിരയ്ക്ക് പറയുക മേയർ എന്നാണ് പറയുക, MARE, മേയർ. സ്റ്റാലിയോൺ എന്ന് പറഞ്ഞാൽ ആൺകുതിരയാണ്. ഹോഴ്സ് ജനറലായി പറയും. സ്റ്റഡി ഓഫ് ഹോഴ്സ് ആണ് ഹിപ്പോളജി. ഹിപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹോഴ്സ് ആണ്. കുതിരയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഹിപ്പോളജി. മേയർ എന്ന് പറഞ്ഞാൽ പെൺകുതിരയാണ്, ഫെമിൻ ജനറാണ്. സ്റ്റാലിയൻ എന്ന് പറഞ്ഞാൽ ആൺകുതിരയാണ്. പിന്നെ കോൾട്ട് എന്ന് പറഞ്ഞാൽ കുതിരക്കുട്ടിയാണ്, ആണാണ്. പെണ്ണാണെങ്കിൽ പറയുക ഫില്ലി എന്നാണ് പറയുക, ഫില്ലി. കോൾട്ട് കുതിരൻ്റെയും കഴുതൻ്റെയും കുട്ടിക്ക് പറയുക കോൾട്ട് എന്നാണ് പറയുക. ഫില്ലി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. ഇത് നമുക്ക് പഠിക്കാറുണ്ട്. വൊക്കാബുലറി തന്നെ പഠിക്കാനുള്ള ഏറിയാണെന്ത്? ജെൻഡർ, നമ്പറൊക്കെ. അതിലാണ് കോൾട്ട്, ഫില്ലി. കുതിരയാണ്. അപ്പോൾ കുതിരയ്ക്ക് ഗ്രൂപ്പ്, കുതിര അറിയാം. ഹിപ്പോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹോഴ്സാണ്. ഇപ്പോൾ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ യൂസേജ് ഇൻ ഇംഗ്ലീഷ്. എന്താണ്? അതായത് ഡാർക്ക് ഹോഴ്സ്. ഡാർക്ക് ഹോഴ്സ് മീൻസ് എൻ അൺനോൺ കോമ്പറ്റീറ്റർ ആണ്. എൻ അൺനോൺ കോമ്പറ്റീറ്റർ. അതായത് ആരും അറിയാത്ത ഒരു കോമ്പറ്റീറ്റർ ആണ് എൻ അൺനോൺ കോമ്പറ്റീറ്റർ. അല്ലെ മാൻ ഹൂസ് പവേഴ്സ് ആർ ഹിഡൻ. എ മാൻ ഹൂസ് പവേഴ്സ് ആർ ഹിഡൻ. ആരും അറിയാതെ പെട്ടെന്ന് പവേഴ്സ് ആർ ഹിഡൻ. ഓർ അൺനോൺ കോമ്പറ്റീറ്റർ, ഹിഡൻ ആണ്. ആരും അറിയാതെ പെട്ടെന്ന് പൊങ്ങി വരുന്ന ആളെന്താ പറയുക? ഡാർക്ക് ഹോഴ്സ്. മലയാളത്തിൽ കറുത്ത കുതിര എന്ന് പറയും. എൻ അൺനോൺ കോമ്പറ്റീറ്റർ. അതാണ് പെട്ടെന്ന്, മുൻപൊന്നും അറിയാതെ പെട്ടെന്ന് പൊങ്ങി വരുന്ന ആൾ. ഇപ്പോൾ അമിത് ഷാ ഈസ് എ ഡാർക്ക് ഹോഴ്സ് ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ BJP ഭരിക്കുന്ന കാലത്ത് BJPയുടെ പ്രതാപ കാലഘട്ടത്തിൽ പ്രമോദ് മഹാജനെ പോലെയും വാജ്പേയി പോലും LK അദ്വാനിയെ പോലെയൊന്നും അറിയാത്ത, സുഷമ സ്വരാജിനെ പോലെയൊന്നും അറിയാത്ത ഒരാളായിരുന്നു അമിത് ഷാ. അയാൾ ഗുജറാത്തിലൂടെ പെട്ടെന്ന് ഉയർന്നു വരികയാണ്. ഒരു അൺനോൺ കോമ്പറ്റീറ്ററാണ്. പെട്ടെന്നാണ് ഇന്ത്യയിലെ വലിയ സ്ഥാനത്തെത്തുന്നത്. അതുകൊണ്ടാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. ഈസ് എ ഡാർക്ക് ഹോഴ്സ് ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ്. അതാണ് എൻ അൺനോൺ കോമ്പറ്റീറ്റർ.
ഹോഴ്സ് ആയി ബന്ധപ്പെട്ട വാക്കാണ്. എ ഡാർക്ക് ഹോഴ്സ് മീൻസ് എൻ അൺനോൺ കോമ്പറ്റീറ്റർ. വേറെ ഹോഴ്സുമായി ബന്ധപ്പെട്ട വേറെ ഉപയോഗമുണ്ട്. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്നുള്ള എന്താ? മരിച്ച കുതിരയെ ഫ്ലോഗ് ചെയ്യുക. ഫ്ലോഗ് എന്ന് പറഞ്ഞാൽ വിപ്പ്. ടു വിപ്പ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ആൻ യൂസ്ലെസ് എഫേർട്ട്, മേക്ക് എ വെയിൻലെസ് അറ്റംപ്റ്റ്. അതായത് ടു വേസ്റ്റ് എനർജി ആൻഡ് ടൈം ഫോർ എ യൂസ്ലെസ് എഫേർട്ട്. ഒരു ഉപകാരമില്ലാത്ത പ്രയത്നത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കഴിവ് അല്ലെങ്കിൽ നമ്മളെ ശ്രമങ്ങൾ നടത്തുന്നു. എന്താ പറയുക? ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്നാൽ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്നറിയും. ചത്ത കുതിരനെ അടിച്ചാൽ കുതിര എഴുന്നേറ്റ് വരില്ലല്ലോ. അതായത് ടു മേക്ക് എ യൂസ്ലെസ് അറ്റംപ്റ്റ്, ടു മേക്ക് എ യൂസ്ലെസ് എഫേർട്ട് എന്ന് പറയുക ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. ഉണ്ടോ? അപ്പോൾ അത് ഓർമ്മിക്കണം. വേറെ വാർത്ത ഫ്രം ഹോഴ്സസ് മൗത്ത്, ഇങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷുണ്ട്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്താ അർത്ഥം? വെർ ഡിഡ് യു ഗെറ്റ് ദ ന്യൂസ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് ന്യൂസ് കിട്ടി? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് മീൻസ് ഒറിജിനൽ സോഴ്സ്. കുതിരേൻ്റെ വായിൽ നിന്ന് തന്നെയാണ് കിട്ടിയെന്ന് അർത്ഥം. എന്താണ്? ഒറിജിനൽ സോഴ്സ്. ഒറിജിനൽ സോഴ്സ് ഓർമ്മിക്കുക. നമ്മൾ ബറി ദ ഹാച്ചറ്റ് പഠിച്ചു, ഡാർക്ക് ഹോഴ്സ് പഠിച്ചു, ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് മനസ്സിലാക്കി, ഹോഴ്സസ് മൗത്ത് മീൻസ് ഒറിജിനൽ സോഴ്സാണ്. ഇനി വേറൊരു വാക്കുണ്ട്, മേയേഴ്സ് നെസ്റ്റ്. മേയേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ മേയേഴ്സ് നെസ്റ്റ്. മേയർ എന്ന് പറഞ്ഞാൽ പെൺകുതിരയാണ്. ആൺകുതിരയ്ക്ക് സ്റ്റാലിയോൺ എന്ന് പറയുന്നു, പെൺകുതിരയ്ക്ക് പറയുക എന്താണ്? മേയർ എന്ന് പറയുക. മേയേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫാൾസ് ഇൻവെൻഷൻ, തെറ്റായൊരു കണ്ടെത്തൽ. എന്താ പറയുക? മേയേഴ്സ് നെസ്റ്റ്, ഫാൾസ് ഇൻവെൻഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നോക്കണമെങ്കിൽ എ ഡാർക്ക് ഹോഴ്സ്. നമ്മൾ പഠിച്ച വാക്കുകൾ ഓർമ്മിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ പഠിച്ച വാക്കുകൾ ഇതൊക്കെയാണ്. ഒന്ന്, ബറി ദ ഹാച്ചറ്റ്. ഏതാണ് വാക്ക്? ബറി ദ ഹാച്ചറ്റ്. BURY, ബറി ദ ഹാച്ചറ്റ് മീൻസ് ടു മേക്ക് പീസ് വിത്ത്, അല്ലെങ്കിൽ ടു എൻഡ് അപ്പ് എ കോറൽ, ടു ബിക്കം റീകൺസൈൽഡ്, രമ്യതയിലാകുക, യുദ്ധം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുക. അടുത്തത് എ ഡാർക്ക് ഹോഴ്സ്. എ ഡാർക്ക് ഹോഴ്സ് മീൻസ് അൺനോൺ കോമ്പറ്റീറ്റർ. പിന്നെ ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് മീൻസ് ടു മേക്ക് എ യൂസ്ലെസ് എഫേർട്ട്. അതാണ് വൃഥാശ്രമം, പാഴ്ശ്രമം. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ്. പിന്നെ ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. ഫ്രം ദ ഹോഴ്സസ് മൗത്ത് മീൻസ് ഫ്രം ദ ഒറിജിനൽ സോഴ്സ്. ഫ്രം ഹോഴ്സസ് മൗത്ത് എന്ന് പറയാൻ എന്താണ്? ഫ്രം ദ ഒറിജിനൽ സോഴ്സ്. പിന്നെ അടുത്തത് മേയേഴ്സ് നെസ്റ്റ്, ഫാൾസ് ഇൻവെൻഷൻ. ഫാൾസ് ഇൻവെൻഷൻ. സ്റ്റഡി ഓഫ് ഹോഴ്സസ് ആണ് ഹിപ്പോളജി. ഹിപ്പോളജി. ഹോഴ്സിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ പറയുക എ ഡാഷ് ഓഫ് ഹോഴ്സസ്, പറയുക എ റാമുഡ ഓഫ് ഹോഴ്സസ് എന്ന് പറയും കേട്ടോ. റാമുഡ. അല്ലെ ടീം ഓഫ് ഹോഴ്സസ് എന്ന് പറയും. എ ഗാലപ്പ് ഓഫ് ഹോഴ്സസ് എന്ന് പറയും. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം വാക്കുകൾ നമ്മൾ ഡെയിലി പഠിച്ചു വെക്കുക. ഓരോ ദിവസവും കുറച്ച് വാക്കുകൾ നിങ്ങൾ പഠിക്കുന്ന ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രമേണ നിങ്ങൾക്ക് നല്ല ശതമാനം വൊക്കാബുലറി നിങ്ങൾക്ക് എൻറിച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടിയും വാക്കുകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ നിർത്തുന്നു. നാളെ അടുത്ത ദിവസം നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു. ഓക്കെ.